സ്പോർട്സ് കിറ്റ് വിതരണത്തിലെ അനിശ്ചിതത്വം ഉടൻ പരിഹരിക്കണമെന്ന് യൂത്ത് ലീഗ്. കരുവാരകുണ്ടിലെ യുവജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്പോർട്സ് കിറ്റ് വിതരണത്തിൽ അലംഭാവം കാണിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ യൂത്ത് ലീഗ് പ്രതിഷേധ സൂചകമായി ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. കരുവാരകുണ്ടിലെ 28 ക്ലബ്ബുകൾ നിലവിൽ 2ഉം 3ഉം തവണ അപേക്ഷ സമർപ്പിച്ചിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷമായി CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പദ്ധതി വൈകിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ കേവലം പേരിനു വേണ്ടി മാത്രം നടത്താതെ കൂടുതൽ ഫണ്ട് അനുവദിച്ച് മുഴുവൻ ക്ലബ്ബുകൾക്കും ഗുണം കിട്ടുന്ന തരത്തിൽ പദ്ധതി മാറ്റണമെന്നും യൂത്ത് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കരുവാരക്കുണ്ടിലെ യുവജനങ്ങൾ കരുവാരക്കുണ്ടിനെ പുനർനിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നവരാണ്. ഈ CPMന്റെ ഇടതുപക്ഷ ഭരണസമിതിക്ക് തന്നെ അവരുടെ കൂട്ടായ്മ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി പണം സ്വരൂപിച്ചു കൊടുക്കുകയും അവരുടെ യുവജനങ്ങളുടെ അവരുടെ അധ്വാനം ഈ പാർട്ടിക്കും ഇവരുടെ പഞ്ചായത്ത് ഭരണസമിതിക്കുമൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ് നാട്ടിലുള്ള യുവജനങ്ങളൊക്കെ. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശം തന്നെ സ്പോർട്സ് രംഗത്ത് യുവജന രംഗത്ത് യുവജനങ്ങളുടെ പ്രവർത്തന രംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ 49-ലധികം 50ഓളം രജിസ്ട്രേഡ് ക്ലബ്ബുകളുണ്ട്, സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. അവരുടെ കൂട്ടായ്മ കഴിഞ്ഞ കരുവാരക്കുണ്ട് ഫെസ്റ്റ് നടത്തിയപ്പോൾ അവരുടെ കൂട്ടായ്മയാണ് അത് വിജയിപ്പിച്ചത്. അതുപോലെ പാലിയേറ്റീവ് മന്തി ചലഞ്ച് വെച്ചപ്പോൾ ആ മന്തി ചലഞ്ചിന് ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ക്ലബിൻ്റെ കൂട്ടായ്മയാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ ബഡ്സ് സ്കൂളിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഇപ്പോൾ പാലിയേറ്റീവ് കമ്മിറ്റി ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിലുമൊക്കെ ഇവിടുത്തെ ക്ലബിൻ്റെ കൂട്ടായ്മ എല്ലാം മറന്ന് പഞ്ചായത്തിലെ ജനങ്ങളോടൊപ്പം പഞ്ചായത്തിലെ സന്നദ്ധ സംഘടനകളോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം കൂടി നിൽക്കുന്ന സഹകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടെ ഈ അഫിലിയേഷൻ പുതുക്കിയിട്ടുള്ള എല്ലാ ക്ലബ്ബുകൾക്കും ബാക്കി പുതുക്കാത്ത ക്ലബ്ബുകളോട് പുതുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും എല്ലാം ശരിപ്പെടുത്തി അവർക്ക് സ്പോർട്സ് കിറ്റ് നൽകണം. അത് ഇവരുടെ ഭരണസമിതിയുടെ ഔദാര്യമല്ല, യുവജനങ്ങളുടെ അവകാശമാണ്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ വയോജനങ്ങൾക്കും അതുപോലെ സ്ത്രീജനങ്ങൾക്കുമൊക്കെ പ്രത്യേകം ഫണ്ട് മാറ്റിവെക്കാൻ പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നുണ്ട്. അതിൽ വെച്ച ഫണ്ടാണിത്. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. മുഹമ്മദ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി T. ആദിൽ ജഹാൻ, ഇയാസ് കേരള, P. ജാഫർ, M. ഫിയാസ്, PH. സുഹൈൽ, ഉവൈസ് മഞ്ഞൾപ്പാറ, KT. അനീസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അൻസാർ ചെറി, MB സിറാജ്, ജാബിർ, ഹനീഫ അരിയാടൻ, ജൗഫർ അലീഫ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് ലീഗ് വളരെ അടിയന്തരമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഭരണസമിതി, ഞങ്ങൾ വിസിറ്റ് സമിതി എന്നൊക്കെ വിളിക്കുന്ന ഭരണസമിതി എത്രയോ കാലങ്ങളായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇവിടുത്തെ യുവജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടുത്തെ ആളുകളുടെ മുന്നിലേക്ക് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു കളിയുമായി ക്രിക്കറ്റ് മത്സരവുമായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 7 മാസങ്ങളായി ഇവിടുത്തെ ക്ലബ്ബുകൾക്ക് കൊടുക്കാനുള്ള കിറ്റ് മുടങ്ങിയിട്ട് എല്ലാ കൊല്ലവും കൊടുത്തു വരുന്ന, എല്ലാ കൊല്ലവും വളരെ മനോഹരമായി ഇവിടുത്തെ ഓരോ ഭരണസമിതിയും ചെയ്തു വന്നിരുന്ന കിറ്റ് വിതരണം മുടങ്ങിയിട്ട് ഇന്നേക്ക് 7 മാസമായി. അടുത്ത വർഷത്തെ കിറ്റ് കൊടുക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഇവർ അപേക്ഷ എണിക്കുന്ന സമയത്ത് ഏകദേശം 4 ക്ലബ്ബുകളെ മാത്രമാണ് ഇവർ പരിഗണിച്ചത്. പിന്നീട് ക്ലബ്ബുകളിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് 27 ക്ലബ്ബായി മാറുകയായിരുന്നു. എന്നാൽ ഈ ക്ലബ്ബുകൾക്കൊന്നും നാളിതുവരെ ഒരു ബാറ്റോ ഒരു ബോളോ അതല്ലെങ്കിൽ ഒരു ഫുട്ബോളോ ഏറ്റവും മിനിമം ഒരു ഷട്ടിലിന്റെ കോർക്ക് പോലും കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനെതിരെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് ലീഗ് ഒരു ക്രിക്കറ്റ് മത്സരത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട സ്പോർട്സ് കിറ്റ് എന്നുള്ളത് അതിൻ്റെ സമയം കഴിഞ്ഞ്
അടുത്ത വർഷത്തേക്കുള്ള സമയത്തേക്ക് കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിട്ട് പോലും ഓരോ സമയവും ക്ലബ്ബുകാരെ വിളിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കിത് അടുത്ത മാസം തരാൻ പോകുന്നു, നിങ്ങൾ അപേക്ഷ വെച്ചോളൂ എന്ന് പറയുന്നു. കുറച്ച് കാലത്തിന് ശേഷം പിന്നീട് അഡ്രസ്സ് ഉണ്ടാവുന്നില്ല. ആ സമയത്ത് ഇലക്ഷൻ നടന്നുവെന്നും അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കരുവാരകുണ്ടിലെ മുഴുവൻ യുവജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്പോർട്സിനെയും മറ്റും പ്രോത്സാഹിപ്പിക്കാനുള്ള ഏക മാർഗം എന്നുള്ളത് പഞ്ചായത്ത് ആകെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തുച്ഛമായിട്ടുള്ള ചെറിയ സ്പോർട്സ് കിറ്റ് വിതരണം പോലെയുള്ള കാര്യങ്ങളാണ്. ഇതെങ്കിലും കാര്യക്ഷമമായിട്ട് നടത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സ്പോർട്സ് കിറ്റ് വൈകിപ്പിക്കാൻ ഓരോരോ ന്യായങ്ങൾ പറയുകയാണ്. ആ ന്യായം പറയുന്നത് ഇതൊന്ന് വേഗത്തിലാക്കാൻ ചെയ്തു കഴിഞ്ഞാൽ, ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേവലം ഒരാഴ്ച കൊണ്ട് വിതരണം ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ എന്താണ്, പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പേപ്പറുകളും നീക്കുപോക്കുകളും നടത്തുന്നില്ല. ഇത് തികഞ്ഞ ഭരണ പരാജയമാണ്. 1,00,000 രൂപയുടെ 1,00,000 രൂപയാണ് ഇവരിതിന് വിലയിരുത്തിയിട്ടുള്ളത്. 10-20% GST പോയി കഴിഞ്ഞാൽ 80,000 രൂപയാണ് ഉണ്ടാവുക. അത് ഈ 27 ക്ലബ്ബുകൾക്ക് വീതം വെച്ചാൽ 2,900 സ്ഥാനങ്ങളെ ഉണ്ടാവുള്ളൂ. അതിന് നിലവിൽ ഈ 27 ക്ലബ്ബുകൾ 3 വട്ടം നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ വണ്ടിക്ക് എണ്ണടിച്ച് 2-3 ആളുകൾ വന്നു കഴിഞ്ഞു. അതിന് തന്നെ ഒരു ക്ലബിന് നിലവിൽ 500 രൂപ ഓൾറെഡി ചിലവായി കഴിഞ്ഞു. ഇതൊരു വല്ലാത്ത, ഞങ്ങൾക്ക് ഈ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു കാര്യം കൂടി ആവശ്യപ്പെടാനുണ്ട്. ഇവിടെ 47ഓളം വരുന്ന രജിസ്റ്റേർഡ് ക്ലബ്ബുകളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടി മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം സ്പോർട്സ് കിറ്റ് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് നീക്കി വെക്കണം. ഈ 1 ലക്ഷം രൂപയിട്ട് കണ്ണുപൊടിയിടുന്ന ഏർപ്പാട് ഇന്നത്തോടു കൂടി ഇവിടെ നിർത്തലാക്കുമെന്നും കൂടി സാന്ദർഭികമായി പഞ്ചായത്ത് യൂത്ത് ലീഗിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ്. അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് കരുവാരക്കുണ്ട്, അങ്ങാടി.